നമസ്കാരം. ഉളുപ്പില്ലേ സർക്കാരെ? 10 വർഷം കേരളത്തിൽ പവർ കട്ട് എന്താണെന്ന് അറിയില്ലായിരുന്നു ആർക്കും. ഏറ്റവും ഒടുവിൽ പിണറായി സർക്കാർ ഇറങ്ങാൻ നേരം പോലും അതിതീവ്ര ചൂടിൽ കേരളം ഉരുകുമ്പോൾ, വെള്ളമില്ലാതെ നെട്ടോട്ടമോടുമ്പോൾ, ഇടയ്ക്ക് 1-2 വട്ടം പവർ കട്ട് വന്നതിന് സർക്കാരിനെ ആക്ഷേപിച്ചുകൊണ്ട് തുള്ളിക്കളിച്ചവർ, അതിനെ രാഷ്ട്രീയവൽക്കരിച്ചുകൊണ്ട് തിരഞ്ഞെടുപ്പ് പ്രചരണത്തിനുള്ള ആയുധമാക്കിയവരാണ് ഇപ്പോൾ ഒരു ഉളുപ്പുമില്ലാതെ തോന്നിയ പോലെ പകലും രാത്രിയുമൊക്കെ വിരുന്ന് വരുന്നവരെ പോലെ മാത്രം വരുന്ന കറണ്ടിനെ കണ്ട് അന്തം വിട്ടിരിക്കുന്ന മലയാളികളോട് പറയുന്നത് പവർ കട്ടിനെ രാഷ്ട്രീയവൽക്കരിക്കരുത്. ഓർമ്മകൾക്ക് ആയുസുണ്ടെങ്കിൽ മലയാളികൾക്ക് മറക്കാനാവാത്ത ഒരു രാഷ്ട്രീയ വൈരുദ്ധ്യം ഇന്ന് കേരളത്തിൽ വീണ്ടും ചർച്ചയാവുകയാണ്. രാഷ്ട്രീയത്തിന്റെ നിറം മാറുമ്പോൾ നിലപാട് മാറുന്ന ഈ ഇരട്ടത്താപ്പാണ് ഇന്ന് ചർച്ച ചെയ്യപ്പെടേണ്ടത്. സംസ്ഥാനത്ത് നിലവിലുള്ള വൈദ്യുതി പ്രതിസന്ധിയും നിയന്ത്രണങ്ങളും രാഷ്ട്രീയവൽക്കരിക്കരുതെന്ന് മന്ത്രി സണ്ണി ജോസഫാണ് പറഞ്ഞത്. UDF സർക്കാർ അധികാരത്തിൽ വന്നതുകൊണ്ടുള്ള നിയന്ത്രണമല്ല ഇതെന്നും രാജ്യമെമ്പാടും നിലനിൽക്കുന്ന സമാനമായ സാഹചര്യത്തിന്റെ ഭാഗമാണിതെന്നും അദ്ദേഹം വ്യക്തമാക്കി. നിലവിൽ വൈദ്യുതി ഉപഭോഗത്തിൽ 1000 മെഗാവാട്ടിന്റെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. കടുത്ത ചൂടും മഴയുടെ കുറവും മൂലം ഉൽപാദനത്തിലുണ്ടായ ഇടിവുമാണ് നിലവിലെ പ്രതിസന്ധിക്ക് പ്രധാന കാരണമെന്നും മന്ത്രി വിശദീകരിച്ചു. രാത്രികാലങ്ങളിൽ വൈദ്യുതിയുടെ അനാവശ്യ ഉപഭോഗം കുറയ്ക്കണമെന്ന് പൊതുജനങ്ങളോട് മന്ത്രി അഭ്യർത്ഥിച്ചു. AC-യുടെ താപനില 25 ഡിഗ്രി സെൽഷ്യസിൽ ക്രമീകരിക്കുന്നത് വൈദ്യുതി ഉപയോഗം കുറയ്ക്കാൻ സഹായിക്കും. കൂടാതെ രാത്രികാലങ്ങളിൽ അയൺ ബോക്സ്, മോട്ടോറുകൾ തുടങ്ങിയവയുടെ ഉപയോഗം പരമാവധി ഒഴിവാക്കി പകൽ സമയത്തേക്ക് മാറ്റണമെന്നും കടകളിലും വീടുകളിലും അനാവശ്യമായി ലൈറ്റുകൾ പ്രകാശിപ്പിക്കരുതെന്നും മന്ത്രി നിർദ്ദേശിച്ചു. വൈകിട്ട് 6 മണിക്ക് ശേഷമുള്ള പീക്ക് അവറുകളിൽ നിയന്ത്രണം ഏർപ്പെടുത്തേണ്ടത് അനിവാര്യമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. സോളാർ വൈദ്യുതി ഉൽപാദനം മികച്ച പരിഹാരമാണെങ്കിലും പകൽ ലഭിക്കുന്ന വൈദ്യുതി സംഭരിക്കാനുള്ള സംവിധാനത്തിന്റെ കുറവ് വെല്ലുവിളിയാണെന്ന് മന്ത്രി പറഞ്ഞു. ഇതിനായി അടിയന്തരമായ സംവിധാനങ്ങൾ ഒരുക്കാനുള്ള നടപടികൾ നടത്തിവരികയാണ്. മുൻപ് മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കടം വാങ്ങിയ വൈദ്യുതി തിരിച്ചു നൽകേണ്ട സമയമാണിതെങ്കിലും ഉൽപാദനക്കുറവ് മൂലം അതിനും തടസ്സങ്ങൾ നേരിടുന്നുണ്ട്. ഈ സാഹചര്യത്തിൽ കൂടുതൽ പ്രതിവിധികൾ കണ്ടെത്താനുള്ള ചർച്ചകൾ പുരോഗമിക്കുകയാണെന്നും മന്ത്രി അറിയിച്ചു. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിയെക്കുറിച്ച് ഇന്ന് ജനങ്ങളോട് വൈദ്യുതി ലാഭിക്കാൻ അഭ്യർത്ഥിക്കുകയും നിയന്ത്രണങ്ങൾ അനിവാര്യമാണെന്ന് വിശദീകരിക്കുകയും ചെയ്യുന്നവർ ഏതാനും മാസങ്ങൾക്ക് മുൻപ് എന്താണ് പറഞ്ഞിരുന്നതെന്ന് മലയാളികൾ മറന്നിട്ടില്ല. പിണറായി വിജയൻ സർക്കാരിന്റെ അവസാന ഘട്ടത്തിൽ കടുത്ത വേനലിൽ സംസ്ഥാനത്ത് ഇടയ്ക്ക് 1-2 തവണ വൈദ്യുതി നിയന്ത്രണം വന്നപ്പോൾ അത് വെറും സാങ്കേതിക പ്രശ്നമായിരുന്നില്ല. അതിനെ വലിയ രാഷ്ട്രീയ വിവാദമാക്കി മാറ്റുകയായിരുന്നു. കേരളം ഇരുട്ടിലാകുന്നു, ഭരണം പരാജയപ്പെട്ടു എന്നിങ്ങനെ പ്രചരണം നടത്തി അതിനെ തിരഞ്ഞെടുപ്പ് വിഷയമാക്കി മാറ്റുകയായിരുന്നു. ഇന്ന് സാഹചര്യം മാറിയിരിക്കുന്നു. പകലും രാത്രിയും മുന്നറിയിപ്പുകളോടെയും അല്ലാതെയും നിയന്ത്രണങ്ങളോടെയും അല്ലാതെയും വൈദ്യുതി മുടക്കങ്ങൾ ആവർത്തിക്കുമ്പോൾ ജനങ്ങൾ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് അന്നത്തേതിനേക്കാൾ ഗൗരവമുള്ളതാണ്. എന്നിട്ടും ഇപ്പോൾ പറയുന്നത് വൈദ്യുതി മുടക്കം രാഷ്ട്രീയവൽക്കരിക്കരുത് എന്നാണ്. അപ്പോൾ ചോദ്യം ഉയരുന്നു, അന്ന് രാഷ്ട്രീയം ചെയ്തവർ ഇന്ന് എന്തുകൊണ്ടാണ് അതേ മാനദണ്ഡം അംഗീകരിക്കാത്തവർ? രാഷ്ട്രീയത്തിന് വിമർശിക്കാനുള്ള അവകാശമുണ്ട്. എന്നാൽ അധികാരത്തിലായിരിക്കുമ്പോൾ ഒരു മാനദണ്ഡവും പ്രതിപക്ഷത്തിരിക്കുമ്പോൾ മറ്റൊരു മാനദണ്ഡവും സ്വീകരിക്കുന്നത് ജനങ്ങൾ തിരിച്ചറിയാതിരിക്കില്ല. ജനങ്ങളുടെ ജീവിതത്തെ ബാധിക്കുന്ന വിഷയങ്ങൾ അധികാരത്തിലിരിക്കുന്ന സർക്കാരിനോട് ചോദ്യം ചെയ്യുന്നത് ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. അതിനെ അന്ന് രാഷ്ട്രീയമായി ഉപയോഗിക്കുകയും ഇന്ന് അതേ വിഷയത്തിൽ വിമർശനം ഉയരുമ്പോൾ രാഷ്ട്രീയവൽക്കരണം വേണ്ട എന്ന് പറയുകയും ചെയ്യുന്നത് വിശ്വാസത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ്. വൈദ്യുതി പ്രതിസന്ധിക്ക് പരിഹാരം കണ്ടെത്തുകയാണ് സർക്കാരിന്റെ പ്രഥമ ഉത്തരവാദിത്വം. എന്നാൽ അതിനൊപ്പം തന്നെ രാഷ്ട്രീയത്തിലെ ഇരട്ടത്താപ്പും ജനങ്ങൾ വിലയിരുത്തും. കാരണം അധികാരവും പ്രതിപക്ഷവും മാറിയാലും ജനങ്ങളുടെ ഓർമ്മകൾ മാറില്ല. ഇന്നലെ മറ്റൊരാളെ കുറ്റപ്പെടുത്തിയ അതേ വിഷയത്തിൽ ഇന്ന് തങ്ങൾ വിശദീകരണം പറയേണ്ടി വരുന്ന അവസ്ഥയാണ് രാഷ്ട്രീയത്തിലെ ഏറ്റവും വലിയ പരീക്ഷ. ആ പരീക്ഷയിൽ വിജയിക്കുന്നത് വാക്കുകളിലൂടെയല്ല, ഒരേ സാഹചര്യത്തിൽ ഒരേ നിലപാട് സ്വീകരിക്കുന്ന വിശ്വാസ്യതയിലൂടെയാണ്.